സ്വലാത്തുകൾ നിർത്താനായിട്ടില്ല. സ്വലാത്തുകൾ നമ്മൾ തുടരണം, നിർത്താതെ തുടരണം, എണ്ണം കഴിയുന്നത്ര ചൊല്ലണം. സ്വലാത്തുകളാണ് നമുക്ക് മുറുകെ പിടിക്കാനുള്ളത്. മഹാനായ ഇമാം ബഹുമാനപ്പെട്ട തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബില് ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അതേ വലിയ മഹാനും വലിയ പണ്ഡിതനും ഔലിയാക്കളെ നേതാവുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളിൽ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയുമോ? അതാ ഒരു ചെറുപ്പക്കാരന് പരിശുദ്ധ മക്കയിൽ വന്നു. ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു എന്ന് പറയുന്നു, ഞാൻ കഅബ ശരീഫിന്റെ സമീപത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്തതാ തവാഫ് ചെയ്യുന്ന ആളുകളെ കൂട്ടത്തില് ഒരു ചെറുപ്പക്കാരന് സ്വലാത്തുകൾ മാത്രം ചൊല്ലുകയാണ്. ആ ചെറുപ്പക്കാരന്റെ നാവിലൂടെ വരുന്നത് സ്വലാത്തുകൾ മാത്രമാണ്. ഞാനത് കുറെ ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരൻ ഞാൻ നന്നായി വീക്ഷിച്ചു. അങ്ങനെ തവാഫിലുടനീളം ആ ചെറുപ്പക്കാരൻ സ്വലാത്തുകൾ ചൊല്ലുന്നു. തവാഫ് കഴിഞ്ഞ് ആ ചെറുപ്പക്കാരന് വന്നപ്പോൾ സുഫിയാനു സൗരി തങ്ങൾ പറയുന്നു, ഞാൻ ആ ചെറുപ്പക്കാരനെ എൻ്റെ അരികിലേക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു, മോനെ, നീ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം എന്താണ്? തവാഫ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതൽ വലിയ മഹത്വമാണ്. തവാഫിൽ ചൊല്ലാൻ വേണ്ടി അഇമ്മത്ത് രേഖപ്പെടുത്തി വെച്ച ഒരുപാട് ദിക്റുകളുണ്ട്. അതേ ഹദീസിൽ വന്ന ദിക്റുകളുണ്ട്. ഇതൊന്നും ചൊല്ലാതെ നീ സ്വലാത്തുകൾ മാത്രം ചൊല്ലാനുള്ള കാരണം എന്താണെന്ന് ആ ചെറുപ്പക്കാരനോട് സുഫിയാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മഹാനവർകൾ പറഞ്ഞു, ഞാനാണ് മോനെ സുഫിയാനു സൗരി എന്ന ആള്. അപ്പോഴാ ചെറുപ്പക്കാരൻ പറയുന്നു, മോനെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ വലിയ മഹാനായത് കൊണ്ട് മാത്രം ഞാൻ ഈ സ്വലാത്തുകൾ ചൊല്ലുന്നതിൻ്റെ രഹസ്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരാളോടും അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, ഞാനും എൻ്റെ ഉപ്പയും കൂടി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ദീർഘനാളുകൾ ഞങ്ങൾ യാത്ര ചെയ്തു. വഴിമധ്യേ എൻ്റെ ബാപ്പക്ക് രോഗം പിടിപെട്ടു. എൻ്റെ ബാപ്പ രോഗിയായി. യാത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷമത്തിലായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യാത്രയുടെ മധ്യേ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ബാപ്പ മരിച്ചതിലല്ല തങ്ങളെ എനിക്ക് വലിയ ഒരു വിഷമമുണ്ടായി. എൻ്റെ ബാപ്പയുടെ മയ്യത്തൊരു ഭാഗത്ത് കിടത്തിയിട്ട് ബാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടണമല്ലോ. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ എൻ്റെ ബാപ്പയുടെ മുഖത്ത് മൂടിയതായ തുണി അത് മെല്ലെ ഒന്ന് നീക്കി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ബാപ്പയെ കാണാൻ കഴിഞ്ഞത് മനുഷ്യരൂപത്തിലല്ല. മനുഷ്യനായി ജീവിച്ച എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ എൻ്റെ ബാപ്പ ഒരു മൃഗത്തിന്റെ രൂപമായിട്ടുണ്ട്, ഒരു കഴുതയുടെ രൂപമായിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ വളരെ സങ്കടത്തോടുകൂടി ഞാനൊരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഞാൻ റബ്ബേ? ഞാനും എൻ്റെ ബാപ്പയും പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതാണല്ലോ. വഴിയിൽ വെച്ച് എൻ്റെ ബാപ്പക്ക് രോഗം പിടിപെട്ട് ബാപ്പ മരിച്ചു പോയതാണല്ലോ. ബാപ്പ മരിച്ചതിലല്ല റബ്ബേ എനിക്ക് വിഷമമുള്ളത്. എൻ്റെ ബാപ്പ ഇപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിലല്ലോ, ഒരു മൃഗത്തിന്റെ രൂപത്തിലാണല്ലോ ഉള്ളത്. ഇത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ. ആ
ആ ഒരു ചിന്തയിൽ വലിയ പ്രയാസത്തോടുകൂടി ഞാൻ എങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി തങ്ങളെ. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറക്കിലായി. ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഭംഗിയുള്ള നല്ല ഒരു വ്യക്തിത്വം ഇതാ നേരെ വരുന്നു. എൻ്റെ ബാപ്പയുടെ സമീപത്ത് ചെല്ലുന്നു. എൻ്റെ ബാപ്പയുടെ ശരീരത്തിലതാ അവരുടെ കൈകൊണ്ട് തടവുന്നു. സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ ആ വന്ന ആള് എൻ്റെ അരികിലേക്ക് വന്നു, എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിക്കുന്ന, മോനെ എന്തിനാണ് നീ വ്യസനിക്കുന്നത്? എന്താണ് നിനക്ക് വിഷമമുണ്ടാവാനുള്ള കാരണം? ഇത്രയും വലിയ വ്യസനം നിനക്കുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വന്ന ആളോട് പറയുന്നു, എനിക്ക് വിഷമമില്ലാതിരിക്കുമോ? എനിക്ക് വ്യസനമില്ലാതിരിക്കുമോ? എൻ്റെ ബാപ്പയാണ് കിടക്കുന്നത്. എൻ്റെ ബാപ്പയുടെ രൂപം നിങ്ങൾ കണ്ടില്ലേ? അത് കാണുമ്പോ ഞാൻ എങ്ങനെ പ്രയാസപ്പെടാതിരിക്കും? അതാണ് ഞാൻ ഇങ്ങനെ ദുഃഖിക്കാനുള്ള കാരണമെന്ന് ആ വന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു. ആ വന്ന ആള് എന്നോട് പറഞ്ഞു, എന്നാ മോനെ നീ നിന്റെ ഉപ്പാന്റെ അരികിലൊന്ന് ഇപ്പൊ പോയി നോക്കാം. ഞാനത് കേട്ടപാടി എഴുന്നേറ്റ് കൊണ്ടുപോയി. ഉറക്കിലാണ് സംഭവം നടക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് പോയി. എൻ്റെ ഉപ്പാന്റെ ജനാസ മൂടിയതായ ആ തുണി ഞാൻ അങ്ങ് നീക്കി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ ബാപ്പ നല്ല പൂർണ്ണ രൂപം പ്രാപിച്ചിട്ടുണ്ട്. മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ആ ആളെ നോക്കുമ്പോൾ ആ ആള് കുറച്ചപ്പുറത്തുണ്ട്. ഞാൻ വേഗം അങ്ങോട്ട് ഓടിച്ചെന്ന് അവരെ കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, ആരും സഹായിക്കാനില്ലാത്ത ഈ സമയത്ത് എന്നെ സഹായിക്കാൻ ഇവിടെ എത്തിയ അങ്ങ് ആരാണെന്ന് പറയുമോ? ആ സമയത്ത് അവിടുന്ന് പറയുന്നു, മോനെ ഞാനാണ് മുഹമ്മദ് ബിനു അബ്ദുല്ലാഹ്. ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. മോനെ നിന്റെ ബാപ്പ ജീവിതത്തിൽ വലിയ തെറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. മോനെ നിന്റെ ബാപ്പ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്ത് ജീവിച്ചപ്പോൾ അല്ലാഹു തആല മരണം സംഭവിച്ചപ്പോൾ നിന്റെ ബാപ്പയുടെ രൂപം മാറ്റിയതാണ്. എന്നാൽ നിന്റെ ബാപ്പ ജീവിതത്തിൽ എല്ലാ ദിവസവും എൻ്റെ മേലിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസവും കിടന്നുറങ്ങാറില്ല. 100 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലാതെ നിന്റെ ബാപ്പ ഉറങ്ങാറില്ല. നിന്റെ ബാപ്പ മരണപ്പെട്ടപ്പോൾ എനിക്ക് വിവരം കിട്ടി. അതുകൊണ്ട് എന്നെ സ്നേഹിച്ച് എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാള് അല്ലാഹുവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ രൂപം മാറിപ്പോയി കൂടാ. എന്ത് നിലക്ക് ഞാൻ വന്നതാണ് മോനെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരും സഹായിക്കാനില്ലാത്ത ആ ഘട്ടത്തിൽ അവിടെ വന്നു. നബി തങ്ങൾ സഹായിച്ചു. ആ ചെറുപ്പക്കാരന് സന്തോഷമായി. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. സ്വപ്നത്തിലപ്പതൊക്കെ കണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. നേരെ ചെന്ന് നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടത് മുഴുവനും സത്യമായിരുന്നു. സ്വപ്നം കണ്ടത് അതുപോലെ പുലർന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ്
അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ളത്, നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്, നമ്മെ കൈപിടിച്ച് രക്ഷിക്കാനുള്ളത് അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ മേലിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലണം. ഒരു 100 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. അത് നമ്മുടെ ദീന് രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ, നമ്മളെ മനസ്സുകൾ നന്നായി തീരാൻ, ഖൽബുകൾ നന്നായി തീരാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ. നന്നാവാൻ വേണ്ടിയിട്ട് പലയിടത്തും ചെന്ന് പല കള്ള ത്വരീഖത്തുകളിലൊക്കെ പെട്ട് നിസ്കാരവുമില്ല, നോമ്പുമില്ല, ദീനിന്റെ ശിആറുകളൊക്കെ കൈപിടിഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങൾ ചെയ്ത് ത്വരീഖത്തും ശൈഖുമൊക്കെ വാദിച്ചുകൊണ്ടും നടക്കുന്ന പല ആളുകളും, അവരെ പിന്നിൽ കുടുങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ട്. അതിലൊന്നും പെട്ടുപോകാതെ നമുക്ക് നേതൃത്വം നൽകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ അവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന അത്തരം വഴികളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട്, ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട്, അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം.